എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ അത് പാമ്പിനെ പിടിക്കാൻ പോയി. പാമ്പിനെ പിടിക്കാൻ പോയിട്ട് പിടിച്ചു, കൈയൊക്കെ കഴുകി, സോപ്പിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കഴുകി വന്ന സമയത്ത് എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾ, ഞാൻ ഷേക്കൻ്റെ കൊടുത്തിട്ട് കൈ കൊടുത്തിട്ട് എനിക്ക് ഷേക്കൻ്റെ ഇന്നലെ ഒരാൾ ഷേക്കൻ്റെ കൊടുത്തിട്ട് ഷേക്കൻ്റെ തന്നില്ല. കൈ പെട്ടെന്ന് എൻ്റെ കയ്യിലിങ്ങനെ ഒരു കൈ വലിച്ചോണം. ഒരു 10 ദിവസം കൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി അനിയത്തി ഷുഗർ കൂടിയിട്ട് കണ്ണിന് കാഴ്ചയും കുറഞ്ഞു, കാർഡിയ പ്രശ്നം, പിന്നെ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അനിയത്തിന് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ 8 ദിവസം കിടന്നു. ഞാനപ്പോൾ അനിയത്തി കാപ്പി കഴിഞ്ഞുകൊണ്ട് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ അന്തം വിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. സുരേഷ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നു വന്നു, പരിചയപ്പെട്ട് വളരെ സന്തോഷിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പുള്ളി ഷേക്കൻ്റെ എനിക്ക് വന്നു. അപ്പം ഞാൻ ഷേക്കൻ്റെ കൈയും കൊണ്ട് പുള്ളി പെട്ടെന്ന് കൈ മാറ്റി കളഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് കൈ മാറ്റി. അപ്പോൾ അതങ്ങനെ അത് കഴിഞ്ഞ് അതിന് മുന്നേ ഈ ഒരാഴ്ചയ്ക്ക് മുന്നേ അവിടെ മനസ്സിലുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ഞാൻ മോശക്കാരനെന്നുള്ള അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കുന്നത് കൊണ്ട് അതുവഴി എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ, അസുഖങ്ങളുണ്ടോ പകരുന്നുള്ള ഭയമായിരിക്കാം. ഒരു സോപ്പിട്ട് കഴിഞ്ഞാൽ കുഞ്ഞിനെ തൊടാനായിട്ട് ഇങ്ങനെ കാലിൽ ഞാൻ പൊട്ടിയെടുത്ത് കവിളിലൊന്നും ഞാൻ തൊടാറില്ല. ഒരു മക്കളെ കവിളിൽ തൊടാൻ ഞാൻ കവിളിലൊന്നും കുട്ടികളൊന്നും എനിക്ക് കുഞ്ഞുങ്ങളെന്നും എൻ്റെ ഒരു ആരാധന കഥാപാത്രമാണ്. അങ്ങനെ എൻ്റെ 16 കടികൾ, അപകടപ്പെടുന്ന 16 കടികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് വണ്ടി ആക്സിഡൻറ്റ് 2 പ്രാവശ്യം വണ്ടി ആക്സിഡൻറ്റ് നട്ടലിൽ പൊട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പൊട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മലയാളപ്പള്ളിയിൽ പാമ്പിനെ പിടിക്കുന്നത് മതിലിടിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നട്ടലിൽ പൊട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്തേക്കുള്ള ഒരു കൊച്ചു കുട്ടിയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇതെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് മക്കളെന്നും ആരാധന കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ കൊച്ചിനെ കാലി തൊടാണ്ടിരുന്നത് ഒരു കൊച്ചു തള്ള അമ്മ കൊണ്ട് ഓടിക്കണം, കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകും. പക്ഷെ ഞാനതൊന്നും മനസ്സിൽ കണക്ക് കൂട്ടാറില്ല. അത് അങ്ങനെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ നോക്കുമ്പോൾ എൻ്റെ പണ്ട് പറയും പാമ്പിനെ ശാപമൊക്കെ വരുന്ന സമയത്ത് വെള്ളപ്പാടുകൾ വരാറുണ്ടെന്ന്. ഇതാവുന്നില്ല, ഇത് എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് പടക്കം പൊട്ടിയിട്ട് പൊള്ളിയതാണ്, അല്ലാതെ പാമ്പിനെ കൊണ്ടുണ്ടായത്. അതുകൊണ്ട് അവർ ധാരണ അങ്ങനെ ആയിരിക്കാം, അവരെ മനസ്സിൽ അങ്ങനെ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കാണിക്കും. കുഴപ്പമൊന്നും, എനിക്ക് സന്തോഷമല്ല.